ഐസോഫജിത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ബാംഗ്ലൂർ നിംഹാൻസിലെ ഒരു സംഘം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പഠനത്തെ കുറിച്ചാണ്. ജനങ്ങളുടെ ഇന്റർനെറ്റ് ഉപയോഗം ഏത് രീതിയിലാണ് അവരെ ബാധിക്കുന്നത് എന്ന് ഈ വാർത്തയെ തുടർന്ന് ചില അന്താരാഷ്ട്ര ജേണലുകൾ കൂടെ ഞാൻ സെർച്ച് ചെയ്യുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില വസ്തുതകൾ അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഇന്റർനെറ്റിന്റെ ഉപയോഗം അത് നമ്മളെ പാരലൽ വേൾഡിൽ ഇന്റർനെറ്റിന്റെ മറ്റു പല സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉൾപ്പെടുന്ന അതിൽ കൂടുതൽ സമയം ചിലവഴിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു പഠനം പ്രകാരം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തില് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം സ്ക്രീൻ ടൈം അദ്ദേഹം ചിലവഴിക്കുന്നത് ഏതാണ്ട് 6 മുതൽ 7 മണിക്കൂർ വരെയാണ്. ആവറേജ് ആണ്, ശരാശരി സമയമാണ്. അതൊരു ഇന്ത്യക്കാരനിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം 7 മുതൽ 8 മണിക്കൂർ വരെയാണ് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഒരു ദിവസത്തിൽ ചിലവഴിക്കുന്നത് മൊബൈൽ ഫോൺ. അത് ചിലപ്പോൾ വാട്സാപ്പ് മെസ്സേജുകളായിരിക്കാം, എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിലെയും യൂട്യൂബിലേക്ക് റീൽസുകളായിരിക്കാം, ഫേസ്ബുക്കിലെ ഫോട്ടോസും കാര്യങ്ങളും, അങ്ങനെ എന്തായാലും ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം അദ്ദേഹം ചിലവഴിക്കുന്നത് 6 മുതൽ 7 മണിക്കൂർ വരെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് 7 മുതൽ 8 മണിക്കൂർ വരെയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ കൂടുതൽ പ്ലഷറിനെ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. അതായത് നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രത്യേകത അത് കൂടുതൽ കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത്. അതിന് കൂടുതൽ ഹാപ്പിനെസ്, ഡോപ്പമൈൻ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അത് കൂടുതൽ ചിന്തിക്കാനും നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അഡിക്റ്റഡ് ആക്കാനുമുള്ള ശേഷി നമ്മുടെ തലച്ചോറിനുണ്ട്. അതുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്ന് പെട്ടെന്നൊരു വിമുക്തി ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം തലച്ചോറ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ പറയുന്ന ഇൻസ്റ്റന്റ് ഡോപ്പമൈൻ ഡെവലപ്മെന്റ് ആണ്. അത് കൂടുതൽ കിട്ടുന്നതോറും തലച്ചോറ് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കും. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും പോലെയോ അതല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയോ പടരുന്ന നമ്മുടെ സമൂഹത്തിൽ പടരുന്ന ഒരു വലിയ ക്യാൻസറാണ് ഈ പറയുന്ന മൊബൈൽ ഫോണിന്റെയും മറ്റുള്ള സ്ക്രീൻ ടൈം യൂസേജ് എന്ന് പറയുന്നത്. ജോലി സംബന്ധമായിട്ട് നമുക്ക് കൂടുതലും ലാപ്ടോപ്പിന് മുമ്പിലൊക്കെ ചിലവഴിക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ എന്റർടൈൻമെന്റ് പർപ്പസ് അല്ല, നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ആക്ടിവിറ്റിയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ചിന്തിക്കുന്നുണ്ട്, തോട്ട് പ്രോസസ്സിംഗ് ഉണ്ട്. പക്ഷെ എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റന്റ് ഡോപ്പമൈൻ ക്രിയേഷനാണ്. അതിന്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും നമ്മുടെ തലച്ചോറിന്റെ ഗ്രോത്തിന് വേണ്ടി നൽകുന്നില്ല എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഇൻസ്റ്റന്റ് ഫീലിങ്സ് നമ്മുടെ തലച്ചോറിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ്. അതിന്റെ ഫലമായിട്ട് അത് വേണമെന്ന് നമ്മുടെ തലച്ചോറ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തലച്ചോറിലും മറ്റുമൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, അതായത് റിവെയർ യുവർ ബ്രെയിൻ എന്ന് പറയുന്ന പോലെ, അതായത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ തലച്ചോറിന്റെ ഉണ്ടാകുന്ന പ്ലാനിങ്ങിനെയും നമ്മുടെ ഇമാജിനേഷനും കാര്യങ്ങളും സെൽഫ് കൺട്രോളും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഡിസിപ്ലിനറി പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ തലച്ചോറിനെ ഇമ്മീഡിയറ്റ് ഫീലിങ്സിനെയും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹാപ്പിനെസിനെയും ഒക്കെ തേടിപ്പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ തലച്ചോറ് പ്രതികരിക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈമിലുള്ള ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഇമോഷൻസിനെ കൂടുതൽ സമയം കൺട്രോൾ ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാളുപരി നിങ്ങൾക്ക് ലാക്ക് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നതും അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിണിത ഫലമാണ്. ജനറേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തലച്ചോറ് ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഇപ്പം വിജിലന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾക്കും നമുക്ക് ലാക്ക് ഓഫ് അറ്റൻഷൻ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്ക്രീൻ ടൈം 1 മണിക്കൂറിൽ പരിമിതപ്പെടുത്തുക. പുസ്തകങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് നിങ്ങളുടെ തലച്ചോറിന് നൽകാൻ കഴിയുന്ന ഒരു വലിയ സഹായമാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം.